ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ചെറിയൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രീം ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം. കേക്കൊക്കെ അത് മുറിച്ച് നനച്ചെടുക്കാം കേട്ടോ. കേക്കിന് ക്രീം തേക്കുന്നതിന് മുന്നേ തന്നെ പാലും പഞ്ചസാരയും വെള്ളം കൂടി തിളപ്പിക്കലാണ് കേട്ടോ. സ്പോഞ്ച് കേക്ക് നനക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ക്രീമൊക്കെ തേച്ച് കൊടുത്തു. അല്പം ബൂസ്റ്റിൻ്റെ പൊടിയൊന്ന് വിതറി കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡും കൂടിയാണ് ഫില്ലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 3 ലെയറും ചെയ്തെടുക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് മുകൾ ഭാഗമാണ് കേട്ടോ ക്രീം തേച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് സൈഡിൽ തേച്ച് കൊടുക്കേണ്ടത്. ഞാൻ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. സെയിൽ ചെയ്യലും കേക്ക് ഉണ്ടാക്കലൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ കേക്കിലുണ്ടാവും കേട്ടോ. ഒരുപാട് ഫിനിഷൊന്നും ആകണില്ല. ക്രീം കുറവുള്ള ഭാഗത്തേക്ക് ഇതുപോലെ തേച്ചെടുക്കട്ടോ. ഇതുപോലെ സ്ക്രാപ്പർ കൊണ്ടൊന്ന് വലിച്ചു കൊടുത്താൽ ഒരുപാട് നേരം ഫിനിഷ് ആക്കണ്ട ആവശ്യം വരില്ല കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണേ. കേക്കൊക്കെ ഫിനിഷ് ആക്കുക എന്ന് പറഞ്ഞാലൊക്കെ എക്സ്പീരിയൻസ് മേലാണ് കേട്ടോ. ഒരുപാട് ഫിനിഷൊക്കെ ആയി കിട്ടൽ. തുടക്കക്കാർക്കൊന്നും പെട്ടെന്നൊന്നും അത്ര അങ്ങോട്ട് ഫിനിഷ് ആവില്ല. പിന്നെ അവർ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് കേട്ടോ വിട്ട് തന്നിട്ടുള്ളത്. ഇതുപോലെ കേക്ക് ചെയ്തിട്ട് ഇതുപോലെ മുകളിലൊരു പിങ്ക് കളറിൽ ഇതുപോലെ ഡിസൈനാണ് കേട്ടോ വിട്ട് തന്നെ. ഇതിൻ്റെ മുകളിൽ പേര് എഴുതാനാണ് കേട്ടോ. പിന്നെ അവർ വിട്ടുതന്ന ഫോട്ടോത്തിന് ഏകദേശം അതുപോലെ തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. കേക്കിൽ പേര് എഴുതാൻ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. എന്നാലും ഞാൻ ഇപ്പോൾ ക്രീം കൊണ്ട് തന്നെ എഴുതലാണ്. ആദ്യമൊക്കെ ഞാൻ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് വെക്കലായിരുന്നു. ഇപ്പോൾ ഇതും പഠിക്കണമല്ലോ വിചാരിച്ചിട്ട് എനിക്ക് കഴിയണ പോലെ എഴുതും. ഇപ്പോൾ പേര് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിൽ അല്പം കൂടി ക്രീം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പേര് എഴുതാനെടുക്കുന്നത്. ബീറ്റ് ചെയ്ത് ക്രീം കൊണ്ട് പേര് ചെയ്ത് അത്രയും വൃത്തിയാവില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ അതിന് മുകളിൽ ഷുഗർ ബോൾസ് കൂടി ഇട്ടിരുന്നു. അത് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി.